മുൻമന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനും LDF ഭരണ നേതൃത്വത്തിനുമെതിരെ ആഞ്ഞടിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയതോടെ കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദം പുകയുന്നു. ആലപ്പുഴയിൽ നടന്ന SNDP ട്രസ്റ്റ് വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ അതിരൂക്ഷമായ പരാമർശങ്ങളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചത്. മുൻമന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ അങ്ങേയറ്റം കടുത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് ആക്ഷേപിച്ച വെള്ളാപ്പള്ളി അദ്ദേഹം ജീവിതത്തിൽ യാതൊരുവിധ വ്യക്തിശുദ്ധിയുമില്ലാത്ത ആളാണെന്നും സാമ്പത്തിക കാര്യങ്ങളിലും സ്ത്രീ വിഷയങ്ങളിലും തീർത്തും കൊള്ളരുതാത്തവനാണെന്നും ആരോപിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചതിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് LDF ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകി ആദരിച്ചതെന്നും അദ്ദേഹം പരിഹസിച്ചു. തുടർന്ന് ഇടതുപക്ഷത്തിന്റെ ഭരണ വീഴ്ചകളെയും പരാജയങ്ങളെയും വിശകലനം ചെയ്ത അദ്ദേഹം അധികാരമോഹികളായ ചില കമ്മ്യൂണിസ്റ്റുകാരും ഭരണ സംവിധാനത്തിലെ പുഴുക്കുത്തുകളുമാണ് ഇടതുപക്ഷ മുന്നണിക്കും പിണറായി വിജയനും തിരിച്ചടി ഉണ്ടാക്കിയതെന്ന് കുറ്റപ്പെടുത്തി. ഭരണത്തിലുണ്ടായിരുന്ന ചില നേതാക്കളുടെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് പരാജയത്തിന്റെ ആക്കം കൂട്ടിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ട് സംസാരിച്ച അദ്ദേഹം മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് കടന്നാക്രമിച്ചത്. പിണറായി വിജയന്റെ ഓഫീസിലെ ഏറ്റവും വലിയ പുഴുക്കുത്ത് P. ശശിയാണെന്നും SNDP യോഗവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടപെട്ട് നിരന്തരം പാരകൾ വെക്കാൻ ശശി ശ്രമിക്കുകയായിരുന്നു എന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. E.K. നായരുടെ കാലത്തും ശശി പല വീഴ്ചകളും നടത്തിയിട്ടുണ്ടെന്നും പ്രമുഖ മദ്യ വ്യവസായിയായിരുന്ന മാണിച്ചിനെ തെണ്ടിപ്പിച്ചത് ഈ ശശിയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയന്റെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും തങ്ങൾക്ക് ചെയ്തു തരാനുള്ള കാര്യങ്ങൾ ചെയ്തു തന്നിരുന്നില്ലെങ്കിലും പിണറായിയെ തള്ളിപ്പറയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ സ്പീക്കർ AN ഷംസീറിനെയും മുസ്ലിം ലീഗിനെയും ലക്ഷ്യമിട്ടും വെള്ളാപ്പള്ളി നടേശൻ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു. AN ഷംസീർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്നും അദ്ദേഹത്തിന് മുസ്ലിം ലീഗിന്റെ മനസ്സാണുള്ളതെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി മുതിർന്ന നേതാക്കൾ അനുഭവിച്ച ത്യാഗഫലമായിട്ടല്ലാതെ തികച്ചും ചുളിവിലൂടെയാണ് ഷംസീർ നേതാവായി മാറിയതെന്ന് അദ്ദേഹം പരിഹസിച്ചു. നിലവിൽ SNDP യോഗത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പിന്നിൽ മുസ്ലിം ലീഗിന്റെ പണവും പിന്തുണയുമാണെന്നും ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായ ആക്രമണമായി ചിത്രീകരിച്ച് തിരിച്ചുവിടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലീഗിനെ പേടിച്ച് ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വ്യക്തമാക്കിയ വെള്ളാപ്പള്ളി എത്ര കാലം കഴിഞ്ഞാലും രാഷ്ട്രീയ മുന്നണികളിലൂടെ ഒരു ഇഴവ മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്നും മതേതരത്വം പറഞ്ഞു നടന്ന ഇഴവ സമുദായത്തിന് രാഷ്ട്രീയമായ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നും ഓർമ്മിപ്പിച്ചു.